ഹായ്. ഡേ 13 ഓഫ് ഡോക്യുമെന്റിങ്ങിനെ കുറിച്ചാണ്. എക്സാക്ട്ലി ഒരുപാട് പേര് പലതരത്തിലുള്ള ക്യാമ്പയിൻസ് ഇപ്പം ഫേസ്ബുക്കിനകത്തോ അല്ലെങ്കിൽ യൂട്യൂബ് മെറ്റ പ്ലാറ്റ്ഫോമിനകത്ത് പലതരത്തിലുള്ള ആഡ്സ് റൺ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയാറ്. ബട്ട് എക്സാക്ട്ലി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നില്ലല്ല കാര്യം. നമ്മൾ എന്താണോ ആളുകളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് അവരുടെ അടുത്ത് കണക്ട് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് ജനറേറ്റ്. ഇപ്പോൾ യൂട്യൂബിനകത്ത് നമ്മളൊരു വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നു, ആ വീഡിയോക്കകത്ത് ആളുകൾക്ക് നമ്മൾ ആദ്യത്തെ ഒരു 3 സെക്കൻഡ് അല്ലെങ്കിൽ 4 സെക്കൻഡിനകത്താണ് ഈ കാര്യം ഇരിക്കുന്നത്, അവിടെയാണ് ഹൂക്ക് ഇരിക്കുന്നത്. അവിടെ കൃത്യമായിട്ട് ആൾക്ക് കണക്ട് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവർ ആ വീഡിയോ ഫുള്ള് കാണും, അതിൽ നിന്ന് നമുക്ക് കൺവേർഷൻസ് ഉണ്ടാവാം. ബട്ട് അങ്ങനത്തെ സംഭവം പല വീഡിയോസിന് അല്ലെങ്കിൽ പല കണ്ടന്റ്സിനകത്ത് ഇല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവിടെ ഫെയിൽ ആവും. നമ്മളത് പെയ്ഡായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഹൂക്ക് പെട്ടെന്ന് ഇപ്പം ഒരുപാട് കണ്ടുവരുന്നൊരു സംഭവമാണ്. ഇപ്പം മെറ്റയുടെ ക്യാമ്പയിൻസ്, ഇപ്പം ഒരു സാധാ ഒരു സ്റ്റാറ്റിക് പോസ്റ്റ് അല്ലെങ്കിൽ ക്രോസിൽ ആഡ് റൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു സെല്ലിംഗ് ആംഗിളിൽ നോക്കി ക്യാമ്പയിൻ റൺ ചെയ്യാതെ ഒരു സ്റ്റോറി പറയുന്ന രീതിയിൽ ക്യാമ്പയിൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് കാണാൻ അല്ലെങ്കിൽ അതവർക്ക് ഇഷ്ടമായിരിക്കും. ഇപ്പം നമുക്കൊരു പേജ് ഫോളോ ക്യാമ്പയിൻ ഇടുന്നു, നമ്മൾ ജസ്റ്റ് ഒരു സെല്ലിംഗ് ആംഗിളിൽ ക്യാമ്പയിൻ ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് അവർ പേജ് ഫോളോ ചെയ്യില്ല. ഈ ആളുകൾക്ക് അങ്ങനത്തെ ക്യാമ്പയിൻസ് കാണണമെന്ന് താല്പര്യമില്ല. ഒരു സ്റ്റോറി പോലെ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് കൺവേർഷൻസ് ഉണ്ടാവും, ആളുകൾക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കും അങ്ങനത്തെ ക്യാമ്പയിൻസ് കാണാനായിട്ട്. അല്ല നമുക്ക് ഞങ്ങൾക്ക് ഇത്രയും ഓഫർ ഉണ്ട്, ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് ഓഫർ കാണാം എന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ശ്രദ്ധിക്കണമെന്നില്ല. ബട്ട് അതൊരു സ്റ്റോറി രീതിയിൽ ആളുകൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അവരെ അവിടുത്തെ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവർ നമ്മുടെ പേജ് ഫോളോ ചെയ്യും. ഇപ്പോൾ യൂട്യൂബിനകത്താണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഹൂക്കായിരിക്കും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ആദ്യത്തെ 3 സെക്കൻഡിനകത്ത് എന്ത് വരുന്നു എന്നുള്ളതായിരിക്കും അതിനകത്ത് ഒരു ക്യാച്ചിങ് ഫാക്ടർ. സാധാരണ നമുക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് പോസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കെറോസിൽ ആഡ്സ് പോലത്തെ ആഡ്സിനകത്ത് ഒരു സ്റ്റോറി പോലെ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കെറോസിൽ ആഡ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ആവുന്ന കാര്യമാണ്.